സോ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ. അപ്പോൾ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇസഡ് ഡിസ്റ്റൻസ് മാറി അല്ലെങ്കിൽ ഇസഡ് ഡെപ്ത് മാറി ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്, ഒരു ഫ്ലൂയിഡ് മാസിൻ്റെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ഈ പോയിന്റിൻ്റെ വെയ്റ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് താഴോട്ട് വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിലോട്ട് വരുന്ന പ്രഷറിന് ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് പ്രഷർ ഇൻ വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് അറ്റ് ദാറ്റ് പോയിന്റ്. സോ നമുക്ക് ഡെറിവേഷനിലോട്ട് പോവാം. അപ്പം നമ്മൾ ഒരു ഫ്ലൂയിഡ് എലമെൻറ്റ് കൺസിഡർ ചെയ്തു, ABCD എന്ന് മാർക്ക് ചെയ്തു അറ്റ് എ ഡെപ്ത് ഓഫ് Z ഫ്രം ദ ഫ്രീ സർഫസ്. സോ ഡെൽറ്റ എനെ നമുക്ക് ഈ എലമെൻറ്റിൻ്റെ ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഡെൽറ്റ Z എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റ് ഓഫ് ദ എലമെൻ്റ് ആണ്. അതേപോലെ തന്നെ AB സൈഡിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ Pയും DC സൈഡിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്താണ്? P പ്ലസ് ഡെൽറ്റ Pയും ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എത്തുമ്പം ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെ ആയിരിക്കും? ABയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് അല്ലേ, പ്രഷർ ഫോഴ്സ് ഈക്വൽ ടു P ഇൻറ്റു ഏരിയ ഓഫ് AB. എങ്ങനെയാണെന്നൊന്ന് മനസ്സിലായല്ലോ. P is equal to F/A. അപ്പോൾ F എന്തായിരിക്കും? P ഇൻറ്റു A. അപ്പം ABയിലുള്ള ഏരിയ ഡെൽറ്റ A ആണ്. അപ്പോൾ P ഇൻറ്റു ഡെൽറ്റ A. ഇനി അതേപോലെ തന്നെ പ്രഷർ ഫോഴ്സ് ഓൺ CD എന്തായിരിക്കും? P പ്ലസ് ഡെൽറ്റ P ആണ് അവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ ഇൻറ്റു ഏരിയ ഓഫ് DC അല്ലേ. അപ്പോൾ DC CD എന്താണ് എഴുതാം? P വിച്ച് ഇസ് ഈക്വൽ ടു P പ്ലസ് ഡെൽറ്റ P ഇൻറ്റു ഡെൽറ്റ A. ഇനി ഡെൽറ്റ Pനെ നമുക്ക് മാറ്റി എഴുതിക്കൂടെ? P പ്ലസ് ഡെൽറ്റ P ബൈ ഡെൽറ്റ Z ഇൻറ്റു ഡെൽറ്റ Z ഇൻറ്റു ഡെൽറ്റ A. അപ്പോൾ ഡെൽറ്റ P ബൈ ഡെൽറ്റ Zനെ നമുക്ക് ഡോ P ബൈ ഡോ Z എന്നാക്കാം. അപ്പം P പ്ലസ് ഡോ P ബൈ ഡോ Z ഇൻറ്റു ഡോ Z ഇൻറ്റു ഡെൽറ്റ A. സോ ഈ ഫ്ലൂയിഡ് എലമെൻറ്റിൻ്റെ വെയിറ്റിന് നമുക്ക് എങ്ങനെ എഴുതാം? W ഇസ് ഈക്വൽ ടു mg. അപ്പം നമുക്ക് മാസിനെ എങ്ങനെ എഴുതാം? റോ ഇൻറ്റു V ഇൻറ്റു G. ഇനി വോളിയത്തിന് നമുക്ക് ഏരിയ ഇൻറ്റു ലെന്ത് എന്ന് എഴുതാം. ആ ലെന്ത് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഹൈറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു ഡെൽറ്റ A ഇൻറ്റു എല്ലിന് പകരം ഡെൽറ്റ Z ഇൻറ്റു G. അപ്പം നമുക്ക് മൂന്ന് ഇക്വേഷൻസും കിട്ടി. ഇനി നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷനായിട്ടുള്ള സിഗ്മ Fi ഈസ് ഈക്വൽ ടു 0 കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. സോ നമുക്ക് സിഗ്മ Fi ഈസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എന്താണ്? P പ്ലസ് ഡോ P ബൈ ഡോ Z ഇൻറ്റു ഡെൽറ്റ Z ഇൻറ്റു ഡെൽറ്റ A മൈനസ് P ഡെൽറ്റ A മൈനസ് W. അതായത് ഈ P പ്ലസ് ഡോ P ബൈ ഡോ Z ഇൻറ്റു ഡെൽറ്റ Z നമുക്ക് ഏതിൽ നിന്നാണ് വന്നത്? P പ്ലസ് ഡെൽറ്റ P. അപ്പോൾ അത് ആക്ട് ചെയ്യുന്ന ഇങ്ങോട്ടാണ്, മുകളിലോട്ടാണ്. സോ പോസിറ്റീവ് മൈനസ് P ഡെൽറ്റ A മൈനസ് W എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? താഴോട്ടാണ്. സോ മൈനസ് W. ഓക്കെ. ഇനി PU ആക്ട് ചെയ്യുന്ന എങ്ങോട്ടാണ്? താഴോട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് മാർക്ക് കൊടുത്തത്. സോ ഇതിനെ അകത്തോട്ട് ഏറ്റവും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? P ഡെൽറ്റ A പ്ലസ് ഡോ P ബൈ ഡോ Z ഇൻറ്റു ഡെൽറ്റ A. സോ ഈ ഇക്വേഷനെ അകത്തോട്ട് ഏറ്റവും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? P ഡെൽറ്റ A പ്ലസ് ഡോ P ബൈ ഡോ Z ഇൻറ്റു ഡെൽറ്റ A ഇൻറ്റു ഡെൽറ്റ Z മൈനസ് P ഡെൽറ്റ A. അപ്പം ഈ P ഡെൽറ്റ A, സോ ഈ ഇക്വേഷൻ അകത്തോട്ടേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? P ഡെൽറ്റ A പ്ലസ് ഡോ P ബൈ ഡോ Z ഇൻറ്റു ഡെൽറ്റ A ഇൻറ്റു ഡെൽറ്റ Z മൈനസ് P ഡെൽറ്റ A. അപ്പോൾ P ഡെൽറ്റ Aയും P ഡെൽറ്റ Aയും ക്യാൻസൽ ഔട്ട് ആവൂലേ? അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡോ P ബൈ ഡോ Z ഇൻറ്റു A ഡെൽറ്റ Z ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? വെയിറ്റിൻ്റെ ഇക്വേഷൻ റോ ഇൻറ്റു ഡെൽറ്റ A ഇൻറ്റു ഡെൽറ്റ Z ഇൻറ്റു ഡെൽറ്റ G. അപ്പോൾ A ഡെൽറ്റ Z നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്ത് വരും? ഡോ P ബൈ ഡോ Z ഈക്വൽ ടു റോ G. സോ ഇതിൽ നമുക്ക് എന്ത് എഴുതാം? അതായത് ഡോ P ബൈ ഡോ Z നമുക്ക് എന്ത് പറയാം? റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ പ്രഷർ അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു റോ G. റോ G എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസിൽ പഠിച്ചതാണ്. എന്ത്? വെയിറ്റ് ഡെൻസിറ്റി. അപ്പം നമ്മൾ പഠിച്ചതുപോലെ വെയിറ്റ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ പ്രഷർ. അത് നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? സോ നമുക്ക് ഈ ഇക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തോ വരും? ഇൻ്റഗ്രൽ ഡോ P ബൈ ഡോ Z ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ റോ G. അപ്പോൾ
ഇനി ഡോ പി ബൈ ഡോ എസ് നമുക്ക് എന്താക്കി എഴുതാം? ഇൻ്റഗ്രൽ ഡി പി ബൈ ഡി എസ് സെഡ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ റോ ജി. ഇനി ഈ ഡി എസിനെ നമുക്ക് ഡി സെഡിനെ നമുക്ക് എങ്ങോട്ട് കൊണ്ടുപോവാം? ഇൻ്റഗ്രൽ ഡി പി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ റോ ജി ഇൻറ്റു ഡി സെഡ്. ഓക്കെ, ആ ഇൻ്റഗ്രൽ മാറ്റുമ്പോൾ എന്താവും? പി ഈസ് ഈക്വൽ ടു ഡി പി എന്താവും? പി ഈസ് ഈക്വൽ ടു റോ ജി ഇസഡ്. റോ എന്ന് വെച്ചാൽ എന്താണ്? ഡെൻസിറ്റി, ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇസഡ് എന്ന് പറയുന്നത് പ്രഷർ ഹെഡ്. അപ്പോൾ ഇതാണ് നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ വഴി പ്രൂവ് ചെയ്തെടുത്ത ഇക്വേഷൻ. പി ഈസ് ഈക്വൽ ടു റോ ജി ഇസഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാനുണ്ട്. സോ നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ വെച്ച് പ്രൂവ് ചെയ്തെടുത്ത ഫോർമുലയിൽ നിന്നും ചെയ്യേണ്ട ഒരു ഇക്വേഷൻ ആണ്. ക്വസ്റ്റ്യൻ ആണ്, an open tank contains water up to a depth of 2 meter and above it an oil of specific depth 0.9 for a depth of 1 meter and find the pressure intensity at the interface of the two liquid at the bottom of the tank. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? ഒരു ഓപ്പൺ ടാങ്ക് ഉണ്ട്, അതിനകത്ത് വാട്ടർ 2 മീറ്റർ ഡെപ്ത് വരെ ഉണ്ട്, അതിനുശേഷം 1 മീറ്റർ ഡെപ്ത് വരെ എന്താണ്? ഓയിലാണ്. ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. അപ്പം കണ്ടുപിടിക്കാനുള്ളത് രണ്ട് ലിക്വിഡ്സിൻ്റെ ഇൻ്റർഫേസിലുള്ള പ്രഷർ ഇൻറ്റൻസിറ്റിയും ടാങ്കിൻ്റെ ബോട്ടത്തിലുള്ള പ്രഷർ ഇൻറ്റൻസിറ്റിയുമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ പ്രഷർ ഇൻറ്റൻസിറ്റി അറ്റ് എനി പോയിന്റ് നമ്മൾ എന്താണ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? പി ഈസ് ഈക്വൽ ടു റോ ജി ഇസഡ്. അപ്പോൾ നമുക്കറിയാം ഈ ഇക്വേഷനിൽ എന്ത് വേണം? നമുക്ക് റോ വേണം അല്ലേ? അപ്പോൾ റോ ഓഫ് വാട്ടർ നമുക്കറിയാം എത്ര? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇനി ഡെൻസിറ്റി ഓഫ് ഓയിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ഇതിന് മുന്നേ പഠിച്ചതാണ്. ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ചെയ്താൽ മതി. അപ്പം സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഓയിൽ ഈസ് ഈക്വൽ ടു 0.9. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഓയിൽ എത്രയാണ്? 0.9 ഇൻറ്റു 1000 ചെയ്യുമ്പോൾ 900 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് നമുക്ക് ഓയിലിൻ്റെ ഡെൻസിറ്റി കിട്ടി. അപ്പോൾ ഡെൻസിറ്റി കിട്ടി. നമുക്ക് എന്തുകൊണ്ട്? ഇസഡ്, അതായത് നമ്മുടെ ഡെപ്തും കയ്യിലുണ്ടല്ലേ, ജിയും അറിയാം. ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? സോ അറ്റ് ദ ഇൻ്റർഫേസ് ഓഫ് എ എന്താണ്? എങ്ങനെയായിരിക്കും? റോ 2 ഇൻറ്റു, അതായത് ഇൻ്റർഫേസ് ഓഫ് എ എന്ന് പറയുമ്പം പി ഈസ് ഈക്വൽ ടു റോ 2 ജി ഇസഡ്. റോ 2 എന്താണ്? നമ്മൾ കണ്ടുപിടിച്ചതാണ്. എന്ത്? ഓയിലിൻ്റെ ഡെൻസിറ്റി ഇൻറ്റു ജിയുടെ വാല്യൂ 9.81 ഇൻറ്റു ഡെപ്ത് എത്രയാണ്? 1 മീറ്റർ. സോ അത് ചെയ്യുമ്പം 8829 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി അറ്റ് ദ ബോട്ടം ഓഫ് ദി ടാങ്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതായത് ആദ്യത്തെ പ്രഷർ പ്ലസ് അടിയിലത്തെ പ്രഷർ, അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രഷർ 8829 പ്ലസ് റോ 1 എത്രയായിരുന്നു? 1000 ഇൻറ്റു ജി 9.81 ഇൻറ്റു 2. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 28449 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇത്രയേ ഉള്ളൂ.